ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ക്രിസ്മസ് സ്പെഷ്യൽ ലൈറ്റ്റൂം പ്രിസെറ്റ് ആണ്. അപ്പോൾ ഈ ഒരു പ്രിസെറ്റിൻ്റെ ബിഫോർ ആഫ്റ്റർ ഒക്കെ ഈ ഒരു വീഡിയോ ഭാഗത്ത് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പ്രിസെറ്റ് ഡൗൺലോഡ് ചെയ്യേണ്ടേക്ക് പാസ്വേഡിൻ്റെ ആവശ്യമുണ്ട്. പാസ്വേഡ് മേലെ ഐക്കാർഡിലാണ് കാണിക്കുക. ഫസ്റ്റ് പാസ്വേഡ്, സെക്കൻഡ് പാസ്വേഡ്, അങ്ങനെ പാർട്ടായിട്ടൊന്നുമില്ല. ഒറ്റൊരു പാസ്വേഡ് കാണിക്കും. 4 അക്ക നമ്പർ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നെയിം ആയിരിക്കും. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിച്ച് സ്ക്രീനിൽ കാണുന്ന പോലെ നിങ്ങൾ അടിച്ചു. സ്ക്രീനെല്ലാം മേലെ ഐക്കാർഡിലാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ പറയും ഇതാണ് പാസ്വേഡ് എന്നിട്ട് മേലെ ഐക്കാൺ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കുക. ഓക്കെ, പിന്നെ പറയാനുള്ളത് വെച്ചാൽ ഈ ഒരു പാസ്വേഡ് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് ചാടിക്കറി ഡൗൺലോഡ് ചെയ്യാൻ പോകണം. ഡൗൺലോഡ് ചെയ്യേണ്ട രീതിയും എല്ലാ സംഭവം മാറ്റമാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ എങ്ങനെ പ്രിസെറ്റ് ഡൗൺലോഡ് ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ ബിഫോർ ആഫ്റ്റർ കണ്ടിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രിസെറ്റ് ഇനി എങ്ങനെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിന് നിങ്ങൾക്ക് താഴെ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് കാണാൻ കഴിയും. ഓക്കെ, preset.com ക്രിസ്മസ് പ്രിസെറ്റ് എന്നിട്ട് ലിങ്ക് കാണാൻ കഴിയും. ജസ്റ്റ് ആ ലിങ്ക് ക്ലിക്ക് ചെയ്യാൻ നേരെ നിങ്ങളെ ബ്രൗസർ ഓപ്പൺ ആകുന്നിരിക്കും. ഓക്കെ, ബ്രൗസർ ഓപ്പൺ ആക്കിയ ശേഷം നിങ്ങൾക്ക് ഇങ്ങനെ ഇൻ്റർഫേസിലും കാണാൻ കഴിയും, ലോഡാകുന്ന കാണാൻ കഴിയും. അതിനുശേഷം നമ്മൾ പ്രിസെറ്റിൻ്റെ തംബ്നെയിലിടെ വന്നിട്ട് കാണാൻ കഴിയും. ഓക്കെ, ഇതൊരു പുതിയൊരു വെബ്സൈറ്റ് ആണ്. അപ്പോൾ ഇനി മുതൽ ഇങ്ങനെയായിരിക്കും ഞാൻ ഒരു പ്രിസെറ്റ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിന്നായിരിക്കും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് താഴത്തേക്ക് സ്ക്രോൾ ചെയ്ത കുറേ ന്യൂസ് അല്ലെങ്കിൽ കുറേ ഇൻഫർമേഷൻസൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ നമ്മൾ പ്രിസെറ്റ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ജസ്റ്റ് ഈ ഒരു വെബ്സൈറ്റിലേക്ക് വന്നതിന് ശേഷം നിങ്ങൾ താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുക. താഴത്തേക്ക് സ്ക്രോൾ ചെയ്താൽ നമുക്ക് ഈ ഒരു പ്രിസെറ്റിൻ്റെ ഒരു ബിഫോർ ആഫ്റ്റർ ആ ഒരു പിക്ക് കാണാൻ കഴിയും. കണ്ടില്ലേ ഈ ഒരു ഫോട്ടോ, ആ ഒരു ബിഫോർ ആഫ്റ്റർ പിക്ചർ കണ്ടില്ലേ? ആ ഒരു പിക്ചർ ജസ്റ്റ് കാണുന്നതിന് മുമ്പ് ജസ്റ്റ് പോസ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് താഴത്തേക്ക് സ്ക്രോൾ ചെയ്തിട്ട് ആ പിക്ചർ കണ്ട് സ്ക്രോൾ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആ ഡൗൺലോഡ് ആവുന്നൊരു ബട്ടൺ കാണാൻ കഴിയും. ആ ഒരു ഡൗൺലോഡ് ആവുന്നൊരു ബട്ടൺ ജസ്റ്റ് മാത്രം ക്ലിക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നമ്മൾ പ്രിസെറ്റ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഞാൻ അപ്ലോഡ് ചെയ്ത പ്രിസെറ്റ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇത് ഇവിടുന്ന് ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു പ്രിസെറ്റ് സിമ്പിളായിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒറ്റൊരു കാര്യമേ ഉള്ളൂ, ആ ഒരു വെബ്സൈറ്റിലേക്ക് വരിക. വെബ്സൈറ്റിലേക്ക് വന്നതിന് ശേഷം നമ്മൾ തംബ്നെയിൽ കണ്ടതിന് ശേഷം താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുക. താഴത്തേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ബിഫോർ ആഫ്റ്ററും കാണാൻ കഴിയും. അതിന് താഴെയായി ഡൗൺലോഡ് ആവുന്ന ഒരു ബട്ടൺ കാണാൻ കഴിയും. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രിസെറ്റ് ഡൗൺലോഡ് ആയിട്ടുണ്ട്. അതിനുശേഷം ആ ഒരു ക്രിസ്മസ് പ്രിസെറ്റ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എക്സ്ട്രാക്റ്റ് ഫയൽസ് കൊടുക്കുക. എക്സ്ട്രാക്റ്റ് ഫയൽസ് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് നേരെ നിങ്ങളെ ഫയൽ, നിങ്ങൾ മൊബൈലിൽ ഏത് ഫയൽ ബ്രൗസറാണോ ആ ഒരു ഫയൽ മാനേജറിലേക്ക് പോകുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങൾക്ക് ഏറ്റവും താഴെയായിട്ട് എക്സ്ട്രാക്റ്റ് ഹിയർ എന്നിട്ടൊരു ബട്ടൺ കാണാൻ കഴിയും. ഓക്കെ, ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഈ ഒരു പ്രിസെറ്റിൻ്റെ പാസ്വേഡ് കൊടുക്കേണ്ട ഓപ്ഷനാണ് ചോദിക്കുക. അപ്പോൾ പാസ്വേഡ് ഞാൻ പറഞ്ഞു മേലെ ഐക്കാർഡിൽ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടാൽ നിങ്ങൾക്ക് ലാസ്റ്റ് ഭാഗത്തായിട്ട് നിങ്ങൾക്ക് ഐക്കാർഡിൽ നിങ്ങൾക്ക് പാസ്വേഡ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ഭാഗം ഞാൻ ജസ്റ്റ് ഇപ്പം ബ്ലറാക്കുന്നതായിരിക്കും. ഓക്കെ, പാസ്വേഡ് കൊടുത്തതിന് ശേഷം ഓക്കെ എടുക്കുക. ഓക്കെ കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇത് ആ ഒരു ഫയൽ ക്രിസ്മസ് പ്രിസെറ്റ് എന്നിട്ടൊരു ഫയൽ നിങ്ങൾക്ക് അവിടെ വന്ന് കിടക്കുന്നത് കാണാൻ കഴിയും. ജസ്റ്റ് കാണിച്ചു തരാം. ഇങ്ങനെയായിരിക്കും നമ്മൾ ആ ഒരു ഫയൽ പ്രിസെറ്റിൻ്റെ ഫയൽ ഉണ്ടാവുക. ജസ്റ്റ് ആ ഒരു ഫയൽ കണ്ടു ജസ്റ്റ് ആ ഫയൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ആ ഫയൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആ ഒരു പ്രിസെറ്റ് ജസ്റ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം സെൻഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ നേരെ ലൈറ്റ് റൂമിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. ലൈറ്റ് റൂമിലേക്ക് ഷെയർ ചെയ്തതിന് ശേഷം നമുക്കിനി നേരെ നമുക്ക് ലൈറ്റ് റൂം ആപ്പ് ഓപ്പൺ ആക്കിയ ശേഷം നമുക്കിനി എങ്ങനെ നമ്മളെ ഫോട്ടോന് ഇത് അപ്ലൈ ചെയ്യാൻ നോക്കാം. അതിനായി നേരെ നമുക്ക് ലൈറ്റ് റൂം ഒന്ന് ഓപ്പൺ ആക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മളെ ലൈറ്റ് റൂം ഒന്ന് ഓപ്പൺ ആക്കുന്നുണ്ട്. ലൈറ്റ് റൂം ഓപ്പൺ ആക്കിയ ശേഷം നമുക്കിനി ഈ ഒരു പ്രിസെറ്റും അതുപോലെ എഡിറ്റ് ചെയ്യാൻ പോകുന്ന ഫോട്ടോയിൽ എങ്ങനെ അപ്ലൈ ചെയ്യാൻ നോക്കാം. അതിനായി നിങ്ങൾ ജസ്റ്റ് ആ ഒരു പ്രിസെറ്റ് എടുക്കുക. അതായത് നിങ്ങൾ ലൈറ്റ് റൂമിലേക്ക് അപ്ലോഡ് ചെയ്ത ആ ഒരു പ്രിസെറ്റ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ആ ഒരു പ്രിസെറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ലോഡാകുന്ന കാണുക. ലോഡായി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ വീഡിയോ കാണിച്ചതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഏറ്റവും ടോപ്പില്ല ആ ഒരു ത്രിബിൾ ഡോട്ട് ക്ലിക്ക് ചെയ്യുക. ആ ത്രിബിൾ ഡോട്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ജസ്റ്റ് കോപ്പി സെറ്റിംഗ് അല്ലെങ്കിൽ ഓക്കെ കോപ്പി സെറ്റിംഗ് ബട്ടൺ കഴിയും. ഓക്കെ, ആ കോപ്പി സെറ്റിംഗ് ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഏറ്റവും ടോപ്പിലായി ഒരു ടിക്ക് മാർക്ക് വന്നിട്ട് കാണാൻ കഴിയും. ജസ്റ്റ് ആ ടിക്ക് മാർക്കും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ആ ഒരു എഫക്റ്റ് കോപ്പി ആയിട്ടുണ്ട്. അതിനുശേഷം നമുക്കിനി ഏത് ഫോട്ടോ ആണ് എഡിറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു ഫോട്ടോ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ത്രിബിൾ ഡോട്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കോപ്പി സെറ്റിങ്ങിന് അടിയിലായിട്ട് നമുക്ക് പേസ്റ്റ് സെറ്റിംഗ് എന്നുള്ള ഓപ്ഷൻ വന്നിട്ട് കാണുക. ജസ്റ്റ് ആ പേസ്റ്റ് സെറ്റിംഗ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ആ ഒരു ഫോട്ടോൻ്റെ ഫിൽറ്ററിങ്ങിൽ ആ പ്രിസെറ്റ് നമുക്കിനി എഡിറ്റ് ചെയ്യാൻ പോകുന്ന ഫോട്ടോയിലേക്ക് അപ്ലൈ ആകുന്നതായിരിക്കും. ഇതുപോലെ നമുക്കിനിയുള്ള എല്ലാ ഫോട്ടോത്തിലും നമുക്ക്
ക്രിസ്മസിൻ്റെ ഏത് ഫോട്ടോത്തിൽ വേണമെങ്കിലും നമുക്ക് ജസ്റ്റ് പേസ്റ്റ് സെറ്റിംഗ് അടിച്ചു കൊടുത്താൽ ആ ഒരു ഫിൽറ്റർ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു പ്രിസെറ്റ് ഡൗൺലോഡ് ചെയ്യാൻ പാസ്വേഡ് ഉണ്ടായിരുന്നു. അപ്പോൾ പാസ്വേഡ് ഇപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ടോപ്പിലായിട്ട് ഐക്കാർഡിൽ ഇവിടെ കാണുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഫുൾ ക്യാപിറ്റൽ ലെറ്ററിൽ xmas എന്ന് അടിച്ചാൽ നിങ്ങൾക്ക് ആ ഒരു ഫയൽ എക്സ്ട്രാക്ട് ചെയ്ത് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ, അതുപോലെ ഇതാണ് ഇന്നത്തെ പ്രിസെറ്റ്. അപ്പോൾ പ്രിസെറ്റ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടിട്ടാണ് ബെല്ലൈക്കൻ കൂടി എനേബിൾ വെച്ചാൽ ഞാൻ ഇതുപോലെ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മൊബൈലിലേക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ ഗൈസ്, താങ്ക് യു.